മഞ്ഞു പെയ്യുന്നു രാവിൻ വീഥിയിൽ ദൂരെ മിന്നുന്നു ദിവ്യതാരക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ വരവേൽക്കുവാൻ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു സദ്വാർത്തയെക്കുറിച്ചുള്ള ചിന്തയാകട്ടെ ഇന്ന ദിവസം. അത് രക്ഷകനായ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്തയാണ്. ലോകരക്ഷകനായ ഈശോയുടെ ജനനം അത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കുമുണ്ട് ഒരു ജന്മദിനവും ജന്മസ്ഥലവും. നമ്മുടെ ജീവിതവും നമ്മുടെ ജനനവും ഒരു സദ്വാർത്തയായി ഈ ലോകത്തിന് അനേകർക്ക് മാറുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതം അത് സദ്വാർത്തയായി മാറണമെങ്കിൽ ലോകത്തിന് മുഴുവനും സദ്വാർത്തയായി കടന്നു വന്ന ലോകരക്ഷകനായ ഈശോ എൻ്റെ ഉള്ളിലും വന്ന് പിറക്കണം. ഇന്ന ദിവസം ഈ ഒരു നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ, എൻ്റെ ജീവിതം അനേകർക്ക് സദ്വാർത്തയായി അനുഗ്രഹമായി രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ നമ്മുടെ ജീവിതങ്ങൾ. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.